+2 സ്റ്റാറ്റിയിൽ ഫസ്റ്റ് ചാപ്റ്ററായ കോറിലേഷൻ അനാലിസിസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കാൾപിയസൻസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫോർ ദ ഫോളോവിങ് ഡാറ്റ. ഡാറ്റാസിൽ എക്സിൻ്റെ ഡാറ്റയും വൈൻ്റെ ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്നിട്ട് എക്സിൻ്റെ സമ്മേഷനും കണ്ടുപിടിച്ചാൽ വൈൻ്റെ സമ്മേഷൻ ഇക്വേഷൻ ആദ്യം എഴുതി തരട്ടെ. ഈ ഇക്വേഷൻ എല്ലാവരും കാണാതെ പഠിക്കട്ടെ. n ഇൻറ്റു സമ്മേഷൻ എക്സ് ആൻഡ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ ബൈ റൂട്ട് n സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് n സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ സ്ക്വയർ. കേൾക്കുമ്പോൾ ഇത് ഭയങ്കര പ്രയാസമല്ല തോന്നിട്ടാ, പക്ഷേ ഇത് അങ്ങനെ വലിയ പ്രയാസമല്ല. 2-3 വട്ടം എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിട്ടാ. അപ്പോൾ അത്ര ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ 2-3 വട്ടം എഴുതിക്കാണ്ട് പിന്നെ 3-ാമത്തെ വട്ടം എഴുതാൻ സ്വന്തമായിട്ട് എഴുതാൻ പറ്റണ്ട നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്ര സുഖം എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എഴുതി കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഇതിലുള്ള എന്താ എന്നാണ് n ഈ ടോട്ടൽ ഈ എക്സിൻ്റെ ഇതിൽ ടോട്ടലോ അല്ലെങ്കിൽ വൈൻ്റെ ഇതിൽ ടോട്ടലുള്ള ആകെ എണ്ണത്തിനെയാണ്. അതായത് എത്ര ബോക്സ് ഉണ്ട് ആ എണ്ണത്തിനാണ് 8 ബോക്സ് ഉണ്ട്. അപ്പോൾ 8 എന്ന് നമ്മൾ എഴുതുന്നുണ്ട്. ഇതിൽ നിന്ന് സമ്മേഷൻ എക്സ് വൈ കണ്ടെത്താൻ, അതായത് എക്സ് വൈ ഫുള്ള് ടോട്ടൽ എല്ലാ സംഖ്യയും ടോട്ടൽ ചെയ്തതാണ്, എല്ലാ സംഖ്യയും കൂട്ടിയതാണ് സമ്മേഷൻ എക്സ് വൈ. അതെല്ലാവരും ശ്രദ്ധിക്കട്ടെ. അതായത് 72 + 48 + 90 + 121 + 168 ഇതെല്ലാ സംഖ്യയും കൂടി കൂട്ടിയതാണ് സമ്മേഷൻ എക്സ് വൈ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കണ്ടെത്തേണ്ടതാണ് എക്സ് സ്ക്വയർ. അതായത് എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത്. അതായത് 9 × 9 ഗുണിച്ചാലാണ് എക്സ് സ്ക്വയർ കിട്ടുക. അതായത് 9 × 9 81. അതേപോലെ നിങ്ങൾ ബാക്കി ഫുൾ എഴുതുക. വൈ സ്ക്വയറിൻ്റെ ബോക്സിലുള്ള എല്ലാ സംഖ്യയും കൂട്ടിയതാണ് സമ്മേഷൻ വൈ സ്ക്വയർ. അതുപോലെ തന്നെ ഈ എക്സ് സ്ക്വയറിൻ്റെ ബോക്സിലുള്ള എല്ലാ സംഖ്യയും കൂട്ടിയതാണ് സമ്മേഷൻ എക്സ് സ്ക്വയർ. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഈ ബോക്സ് മായ്ച്ച് കളയട്ടെ. നമുക്ക് ഈ സംഖ്യകൾ, ഈ ഇക്വേഷനിലുള്ള ഈ സംഖ്യകൾ മാത്രം മതി. ഈ എക്സാമിന് നിങ്ങൾ ഈ ബോക്സ് ഒന്ന് മായ്ച്ച് കളയരുതട്ടോ. ഈ ബോക്സൊക്കെ മെയിൻ കാണുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. ശേഷം നമുക്ക് ആവശ്യമുള്ളതാണ് സമ്മേഷൻ എക്സും സമ്മേഷൻ വൈയും. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ബോക്സ് തന്നെ ഒന്നുകൂടി കൂട്ടി സമ്മേഷൻ എക്സിൻ്റെതും എഴുതുക, സമ്മേഷൻ വൈൻ്റെതും എഴുതുക. ഓക്കെ, നമ്മൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇത് മുകളിലേക്ക് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇക്വേഷൻ തെറ്റാതെ, അതായത് n എത്രയെന്ന് നമ്മൾ എഴുതിയത് ആദ്യം n 5 അല്ലേ. അപ്പോൾ ആ 5 എടുത്തുകൊണ്ട് ആ എന്നിൻ്റെ അടുത്ത് 5 എഴുതുക. മാക്സിമം നിങ്ങൾ ഈ സംഖ്യകൾ മാറിപ്പോവാതെ തന്നെ നോക്കി ഓരോ സ്റ്റെപ്പ് നോക്കി എഴുതട്ടാ. ഫസ്റ്റ് സ്റ്റെപ്പ് കൊളായി ലാസ്റ്റ് ഇത് മാറ്റാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഭയങ്കര നോക്കി ക്ലിയറാക്കി എഴുതട്ടാ. അപ്പോൾ രണ്ടാമത്തെ സമ്മേഷൻ എക്സ് വൈ സമ്മേഷൻ എക്സ് വൈ 499. അപ്പോൾ n ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ 5 ഇൻറ്റു 499 മൈനസ് 50 ഇൻറ്റു 49. അതായത് സമ്മേഷൻ എക്സും സമ്മേഷൻ വൈയും 50 ഇൻറ്റു 49. ശേഷം നമ്മൾ ബൈ റൂട്ട് n ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് സ്ക്വയർ. അതായത് n 5 ആണ്. പിന്നെ സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് 534 കേട്ടോ. പിന്നെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ട് സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത്, അതായത് ടോട്ടൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സിൻ്റെ ടോട്ടൽ സമ്മേഷൻ എക്സ് സ്ക്വയർ. അതായത് നമ്മൾ ആദ്യം ചെയ്ത എക്സിൻ്റെ ടോട്ടലാണ് ഇതിൻ്റെ, അതായത് 50 സ്ക്വയർ എന്ന് എഴുതുക. പിന്നെ 5 ഇൻറ്റു അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സമ്മേഷൻ എക്സ് വൈ ആണ്, എക്സ് വൈൻ്റെ ഇതാണ് ഇതിൻ്റെ. അത് ഇനി എക്സിൻ്റെ എഴുതേക്കരുത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് അതാണ് നമ്മൾ മേലെ ആ എക്സ് മായ്ച്ചത്, അറിയാതെ ഒരു എക്സ് കുടുങ്ങിയോടെ. പിന്നെ ഇതേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത്, അതായത് വൈൻ്റെ സ്ഥാനത്തുള്ളതൊക്കെ നമ്മൾ വൈൻ്റെ സ്ഥാനത്ത് കൊടുക്കാം. സമ്മേഷൻ വൈ 5 ഇൻറ്റു സമ്മേഷൻ n എത്ര 5 അല്ലേ, അതുകൊണ്ട് 5 ഇൻറ്റു സമ്മേഷൻ വൈ. ഓക്കെ, ഇനി ആട്ടെ എക്സാമിന് നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ പ്രധാനം. എക്സാമിനൊന്ന് കാൽക്കുലേറ്റർ മറന്ന് പോവാതിരിക്കുക. കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുക. അതായത് ഇത് വലിയ കണക്കായതുകൊണ്ട് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുന്നതിന് ഏറ്റവും സുഖം. പിന്നുള്ളത് ചെറിയ സംഖ്യ ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ചുരുക്കി എഴുതിയതാണ്. നിങ്ങൾക്ക് വലിയ സംഖ്യ തന്നെ എന്തായാലും കിട്ടുക.
അപ്പോൾ വലിയ സംഖ്യകൾ കൂടുതൽ എഴുതി പഠിക്കുന്നതിന് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞല്ലോ, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളത് എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാവും. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൂട്ട് ഇടുമ്പോൾ ശ്രദ്ധിച്ചിടുക കേട്ടോ. ചില സ്ഥലത്ത് റൂട്ട് മറന്നു പോകും. അപ്പോൾ മറന്നു പോകാതെ ലാസ്റ്റ് അവസാനം വരെ റൂട്ട് ഉണ്ടാവുമെന്ന് ചെക്ക് ചെയ്യുക. ലാസ്റ്റ് റൂട്ട് കാൽക്കുലേറ്റർ വെച്ച് റൂട്ടിൻ്റെ സംഖ്യ കാൽക്കുലേറ്റ് ചെയ്യുക. റൂട്ട് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ആ റൂട്ട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ അറിയാതെ റൂട്ട് ഇടുന്നുണ്ട്, അതാണ് ഒന്നുപാടി മാച്ച് ചെയ്തിന് കേട്ടോ. റൂട്ട് ലാസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. നമ്മളറിയാതെ അവസാനം ലാസ്റ്റ് 39 ഉള്ളത് 30 ആയിട്ട് എഴുതിയത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റിക്കൊക്കെ ചിലപ്പോൾ നമ്മൾ മാറിപ്പോകും, പെട്ടെന്ന് എഴുതി പോകുമ്പോൾ. ലാസ്റ്റ് 39 ഉള്ളത് ഞാൻ 30 എഴുതി, അതിൻ്റെ ആൻസർ ആട്ടോ. 30 കിട്ടുമ്പോൾ ഉള്ള ആൻസർ ആട്ടാണ് എഴുതിയത്. അപ്പോൾ കോറിലേഷന് ശേഷം നിങ്ങൾ ഒറിജിനൽ ആൻസർ എത്ര നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.